ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ സിലട്ട് മാസ്. മൈ ഡിയർ സ്വത്തുക്കുട്ടികളെ, ഇന്ന് നമുക്കൊരു ക്രൈം ത്രില്ലർ മൂവി കാണാം. ഇതൊരു നല്ല പടമാണ്. ഏതാ ലാംഗ്വേജ് എന്ന് നോക്കട്ടെ. അതെ, ഇതൊരു സ്പാനിഷ് ത്രില്ലറാണ്. സ്പെയിൻകാര് ത്രില്ലർ മേക്കിങ്ങിൽ അതിവിദഗ്ധരാണ്. ബഡ്ജറ്റൊക്കെ നമ്മുടെ നാട്ടിലെ ബഡ്ജറ്റ് ഉണ്ടാവുള്ളൂ, പക്ഷേ മൂവി അടിപൊളിയായിരിക്കും. ഇതൊരു യഥാർത്ഥ കഥയെ ആസ്പദമാക്കിയെടുത്ത ചിത്രമാണ്. അതാണ് മറ്റൊരു പ്രത്യേകത. നമ്മുടെ ഇടയിലും ഇതുപോലുള്ള വികൃതമായ മനുഷ്യരുണ്ട്. അതിനൊരു ജാഗ്രത കൂടിയാണ് ഈ കഥ. ആദ്യം ഒരു കൊലപാതകം നടക്കുന്നു, ബാക്കിയുള്ളത് സ്ക്രീനിൽ കാണാം. ഇപ്പം നമ്മുടെ പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്ക് ഈ കഥയിലേക്ക് കടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ ഏതോ ഒരു അപ്പാർട്ട്മെന്റിന്റെ അണ്ടർഗ്രൗണ്ട് കാർ പോർച്ച്. അവിടെ ഒരു കപ്പിൾ എന്തോ കണ്ട് പേടിച്ചരണ്ട് നിലവിളിച്ച് ഓടുക. കുറച്ച് കഴിയുമ്പോൾ ഒരു പോലീസുകാരിക്ക് കോൾ വരുന്നു. അവർ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരാണ് നമ്മുടെ നായിക, പോലീസ് നായിക. കൂടെ ജോലി ചെയ്യുന്ന മറ്റൊരു പോലീസുകാരനാണ് വിളിച്ചിരിക്കുന്നത്. ഒരു വയലന്റ് ഡെത്ത് സംഭവിച്ചിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് സ്പോട്ടിലേക്ക് വരാൻ പറയും. അപ്പോൾ ഈ പോലീസുകാരി, ഞാൻ മകളെ പിക്ക് ചെയ്യാൻ പോയിക്കൊണ്ടിരിക്കുക, ആരും ക്രൈം സീൻ ടച്ച് ചെയ്യരുത്, എത്രയും പെട്ടെന്ന് ഞാൻ എത്തിക്കോളാം, അവളെ വീട്ടിലാക്കി എത്തിക്കോളാം എന്ന് പറയും. എന്നിട്ട് ഇവർ നേരെ അവരെ മകളെ പിക്ക് ചെയ്യാൻ വേണ്ടി ഒരു സ്പെഷ്യൽ സ്കൂളിലേക്കാണ് പോകുന്നത്. ഈ പോലീസുകാരിയുടെ മകള് കുറച്ച് മെന്റലി ചാലഞ്ചഡ് ആണ്, അതുകൊണ്ട് ഒരു സ്പെഷ്യൽ സ്കൂളിലാണ് പഠിക്കുന്നത്. എന്നാൽ ഇപ്പം ആ സ്കൂളുകാർ പറയാണ് അവളെ ടേക്ക് കെയർ ചെയ്യാനുള്ള ബഡ്ജറ്റ് അവർക്ക് പോരാത്രേ, കൂടുതൽ സ്പെഷ്യൽ അറ്റൻഷൻ കൊടുക്കണം, അതുകൊണ്ട് മറ്റേതെങ്കിലും സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ അവിടുത്തെ അധികൃതർ പറയുന്നു. അപ്പം ഈ അമ്മ പോലീസുകാരി, എന്നാ പിന്നെ അത് ആദ്യമേ പറയണ്ടേ, ഇത്രയും നേരം എന്തിനാ കണ്ട ന്യായങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു? എൻ്റെ കൊച്ചിനെ നോക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ സേവനം എന്നുള്ള ബോർഡ് എടുത്തു മാറ്റിയിട്ട് കച്ചവടം എന്നുള്ള ബോർഡ് എഴുതി വെക്കി, അതായിരിക്കും നിങ്ങൾക്ക് നല്ലതെന്നും പറഞ്ഞ് പോലീസുകാരി മകളെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോകുന്നു. ഇതേതോ ട്രസ്റ്റിന്റെ കീഴിൽ നടത്തുന്ന സ്കൂളാണ്. നാട്ടുകാരെ പറ്റിച്ച് ഡൊണേഷനൊക്കെ ഇവർ വാങ്ങിക്കുന്നുണ്ട്. എന്നാലും കുട്ടികളെ നോക്കാൻ മടി കാണിക്കുന്നു. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ അവിടെയും ഫ്രോഡുകളൊക്കെ ഉണ്ട്. എന്തായാലും ഇപ്പൊ വിഷയത്തിലേക്ക് വന്നാൽ, കാലം 2017 ഓഗസ്റ്റ് 16. അന്നാണ് ഈ യഥാർത്ഥ കൊലപാതകം സംഭവിച്ചത്. നമ്മുടെ പോലീസുകാരി സ്പോട്ടിലേക്ക് പോകുന്നു. വേറെയും കുറെ പോലീസുകാരൊക്കെ അവിടെ കൂടിയിട്ടുണ്ട്. എവിടെയാണ് ബോഡി എന്ന് ചോദിക്കുമ്പോൾ അണ്ടർഗ്രൗണ്ട് പാർക്കിങ്ങിലാണെന്ന് പറയും. ഇവരങ്ങോട്ട് ചെല്ലുന്നു. ഫോറൻസിക്കിന്റെ ആൾക്കാരൊക്കെ നേരത്തെ തന്നെ അവിടെ എത്തിയിട്ടുണ്ട്. മരിച്ചതൊരു പുരുഷനാണ്. കാറിന് പിറകിലായി രക്തപ്പാടുകൾ കാണാം. ഒരു വിൻഡോ പൊട്ടിയിട്ടുണ്ട്. ബോഡി കിടക്കുന്നത് മുന്നിലാണ്, കാറിന് മുന്നിലായിട്ടാണ്. കത്തി കൊണ്ട് കുത്തിക്കൊന്നതിന്റെ പാടുകളാണ് കാണുന്നത്. അവിടെ ഉണ്ടായിരുന്ന ഡോക്ടർ പറയും, മുറിവിന്റെ അടയാളം വെച്ച് കറിക്കത്തിയാണ് ഉപയോഗിച്ചിരിക്കണതെന്ന് മനസ്സിലാവുന്നുണ്ട്. ഇനിയിപ്പോൾ എന്തായിരിക്കും കൊലപാതകത്തിന് കാരണം? അതാണ് മറ്റൊരു പോലീസുകാരൻ ചോദിക്കുക. നമ്മുടെ നായിക പറയും, കൊള്ളയടിക്കാനാണ് ആരെങ്കിലും ശ്രമിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ സ്ഥലമാകെ മൊത്തം വൃത്തികേടാക്കില്ലായിരുന്നു. ലക്ഷണം കണ്ടിട്ട് കൊലപാതക ശ്രമം തന്നെയാണ്. വിൻഡോ തകർന്നിരിക്കുന്നത് ഇവർ തമ്മിലുണ്ടായ വഴക്കിലാണ്. കാറിന് പിറകിൽ വെച്ചിട്ടാണ് കത്തി കൊണ്ട് കുത്തിയിട്ടുള്ളത്. സോ അവിടെ രക്തപ്പാടുകൾ കാണുന്നു. കുത്തേറ്റ ആള് രക്ഷപ്പെടാൻ വേണ്ടി കുറച്ച് ദൂരം മാറി വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ബോഡി കാറിന് ഫ്രണ്ടിൽ കിടക്കുന്നത്. ഇതാണ് പോലീസുകാരിയുടെ ആദ്യത്തെ നിഗമനം. ഇനി മരിച്ചതാരാണെന്ന് പരിശോധിക്കുമ്പോൾ ആട്രോ എന്ന് പറഞ്ഞ 36 വയസ്സുള്ള ഒരു യുവാവാണ് മരിച്ചിരിക്കുന്നത്. ഇയാളുടെ ബന്ധുക്കളോ സ്വന്തക്കാരോ ആരെങ്കിലും ഉണ്ടോ എന്ന് ഹീറോയിൻ ചോദിക്കുന്നു. മറ്റൊരു പോലീസുകാരൻ പറയും, ഒരു സ്ത്രീ ഭർത്താവിനെ കാണുന്നില്ല എന്ന പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു മാഡം, അവരിപ്പോൾ പുറത്ത് നിൽപ്പുണ്ടെന്ന് പറയും. ഭർത്താവിന്റെ പേരെന്താന്ന് ചോദിക്കുമ്പോൾ ആട്രോ എന്ന് അയാൾ പറയും. സോ മരിച്ചതാരാണെന്ന് ഇപ്പൊ പൂർണ്ണമായിട്ട് വ്യക്തമായി. ഇവർ പുറത്തേക്ക് വരുന്നു. സുന്ദരിയായ ഒരു യുവതി പെണ്ണ് അവിടെ നിൽപ്പുണ്ട് കരഞ്ഞുകൊണ്ട്. അവർ ചോദിക്കും, എന്താ പറ്റിയത്? ആരും എന്നോടൊന്നും പറയുന്നില്ലല്ലോ, എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഹീറോയിൻ പറയും, ഐ എം സോറി മാഡം, ഇത് പറയാൻ വിഷമമുണ്ട്, എന്നാലും പറഞ്ഞല്ലേ മതിയാകൂ. ഞങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിന്റെ ബോഡിയാണ് കണ്ടുകിട്ടിയത്. അദ്ദേഹം ആക്രമിക്കപ്പെട്ടിരിക്കുന്നു. ഇത് കേട്ടുടനെ ആ മരിച്ച ആളുടെ ഭാര്യ അവർ പൊട്ടിക്കരയാൻ തുടങ്ങും. ആ സമയത്ത് തന്നെ ഹീറോയിൻ ചോദിക്കുന്നു, അവസാനമായിട്ട് നിങ്ങൾ എപ്പോഴാണ് അങ്ങേരെ കണ്ടതെന്ന്? ഭാര്യ പറയും, ഇന്നലെ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ അങ്ങേര് വീട്ടിലുണ്ടായിരുന്നില്ല. ഞാൻ ഫോൺ വിളിച്ചു, അദ്ദേഹം ആൻസർ ചെയ്തില്ല. എന്നാൽ ഇങ്ങനെ സംഭവിക്കുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല എന്നും പറഞ്ഞ് അവർ കരഞ്ഞുകൊണ്ട് മാറിപ്പോകും. നമ്മുടെ പോലീസുകാരി ആ പെണ്ണിന്റെ കൂടെ വന്നിരിക്കുന്ന പയ്യനോട് പറയും, അവരൊന്ന് കാമായതിനു ശേഷം സ്റ്റേഷനിലേക്ക് വരാൻ പറയും, എനിക്ക് സംസാരിക്കാനുണ്ടെന്ന്. ആ ചെറുക്കൻ ശരി മേഡം എന്ന് പറഞ്ഞ് ഓടിപ്പോയി ആ ഭാര്യ പെണ്ണിനെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്നു. അത് കഴിഞ്ഞ് ബോഡി ആശുപത്രിയിലേക്ക് മാറ്റുകയാണ്. നമ്മുടെ പോലീസുകാരെല്ലാം സ്റ്റേഷനിൽ ഒത്തുകൂടും. ഇനിയിപ്പോൾ കൊലപാതകം ചെയ്ത് ആരാണെന്ന് കണ്ടുപിടിക്കണം. അതാണല്ലോ അവരുടെ തൊഴിൽ. ആരും ആരെയും കണ്ടതായിട്ട് പറയുന്നില്ല, സാക്ഷികൾ ആരുമില്ല. എന്നാൽ ഇനി സാഹചര്യ തെളിവുകളാണ് ശേഖരിക്കേണ്ടത്. പിന്നെ പോലീസുകാരുടെ പെർസെപ്ഷനും ആരായിരിക്കും എന്നുള്ള ഒരു ഗസ്സിങ്ങും. ഈ മരിച്ച ആള് ഹൈവേ മെയിൻ്റനൻസ് സെന്ററിലാണ് വർക്ക് ചെയ്യുന്നത്. കാലത്ത് 8:30 മണിക്ക് ഓഫീസിൽ പോകും. എന്നാൽ ഇന്ന് ഓഫീസിൽ പോയിട്ടില്ല. സോ ഓഫീസിലേക്ക് ഇറങ്ങുന്ന സമയത്തായിരിക്കണം അറ്റാക്ക് ചെയ്തിട്ടുണ്ടാവുക. പുള്ളിയുടെ പേഴ്സ് പോക്കറ്റിൽ തന്നെയുണ്ട്. സോ കള്ളന്മാരായിരിക്കില്ല അറ്റാക്ക് ചെയ്തിട്ടുണ്ടാവുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഗസ്സിംഗ് ഉണ്ടോ എന്ന് ഹീറോയിൻ ബാക്കിയുള്ളവരോട് ചോദിക്കുക. അപ്പൊ അതിൽ ഒരു പോലീസുകാർ പറയും, ഇതേ ബിൽഡിങ്ങിൽ തന്നെയാണ് ഒരു ലോയർ താമസിക്കുന്നത്, ക്രിമിനൽ ലോയർ. ഒരുപക്ഷെ അയാൾക്ക് വല്ല എനിമീസും ഉണ്ടായിട്ട് അവരാളെ മാറി ആട്രോനെ കുത്തിയതാണെങ്കിലോ? അതൊരു പോസിബിലിറ്റിയാണ്.
എന്തായാലും എഴുതി വെക്കാൻ പറയും. അത് കഴിഞ്ഞ് മറ്റൊരു പോലീസുകാരൻ വരുന്നുണ്ട്. പുള്ളിക്കാരൻ എന്തെങ്കിലും എഴുതി വെക്കാൻ ശ്രമിക്കുമ്പോഴേക്കും ഇവർ പെർമനന്റ് മാർക്കർ ഉപയോഗിച്ചിട്ടാണോ ഗ്രാൻഡ്പാ, നിങ്ങൾക്ക് അതുപോലും മനസ്സിലായില്ലേ എന്ന് ചോദിച്ച് കളിയാക്കാണ്. എന്തായാലും അങ്ങേര് ഉദ്ദേശിച്ച കാര്യം ഡ്രഗ്സ് ആണ്. ഡ്രഗ്സ് വാങ്ങുകയോ കൊടുക്കുകയോ ചെയ്യുന്ന സമയത്ത് അറ്റാക്ക് ഉണ്ടായിരിക്കാം. അതും ഒരു ഗസിംഗ് ആണ്. എന്തായാലും ഈ മരിച്ച ആളെ സംബന്ധിച്ചുള്ള മുഴുവൻ വിവരങ്ങളും, ഫാമിലി, ഫ്രണ്ട്സ്, എനിമീസ്, ഹാബിറ്റ്സ്, ഇതിനെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും കളക്ട് ചെയ്യാൻ പറയും പോലീസുകാർ. അത് കഴിഞ്ഞ് ഇവർ നേരെ ആശുപത്രിയിലേക്കാണ് വരുന്നത്. അവിടുത്തെ ഡോക്ടറോട് ഓട്ടോപ്സിയിൽ എന്തൊക്കെ വിവരങ്ങളാണ് ലഭിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയും, ഏതോ ഒരു ബലമുള്ള ആളാണ് ഈ ആട്രോനെ കുത്തിയിരിക്കുന്നത്. അദ്ദേഹം തിരിച്ചാക്രമിക്കാൻ ശ്രമിച്ചിട്ടില്ല. ആദ്യത്തെ കുത്തിൽ തന്നെ വീഴുകയാണ് ഉണ്ടായത്. പിന്നെ ഏതോ ഒരു കുത്തിൽ കത്തി വലിച്ചൂരി 3-4 തവണ വീണ്ടും കുത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കൊല്ലണം എന്ന് ഉറപ്പിച്ചിട്ട് ആരോ വീണ്ടും വീണ്ടും കുത്തിയതാണ്. ആക്സിഡന്റലി സംഭവിച്ചതല്ല. ഇറ്റ് വാസ് എ പ്ലാൻഡ് മർഡർ. ഈ വിവരങ്ങൾ കളക്ട് ചെയ്തിട്ട് പോലീസുകാർ തിരിച്ച് സ്റ്റേഷനിലേക്ക് വരുന്നു. അപ്പോൾ അവിടെ നമ്മുടെ മരിച്ച ആളുടെ ഭാര്യ ഉണ്ടാവും. ഈ ഭാര്യയോട് മറ്റു പോലീസുകാർ സംസാരിച്ചുകൊണ്ടിരിക്കുക. എന്തൊക്കെ വിവരങ്ങളാണ് കിട്ടിയതെന്ന് ഹീറോയിൻ ചോദിക്കുന്നു. അപ്പോൾ ആ ഭാര്യയ്ക്ക് സംശയമുള്ളത് ഇവരെ വീട് റെനോവേറ്റ് ചെയ്തിരുന്നു. അതിലേതൊരു ജോലിക്കാരനുമായിട്ട് ഭർത്താവ് വഴക്കുണ്ടാക്കിയിരുന്നു അത്രേ. ഒരുപക്ഷെ അയാളായിരിക്കാം എന്ന് സംശയമുണ്ടെന്ന് ഈ ഭാര്യ പറഞ്ഞിരിക്കുന്നു. എന്തായാലും ഹീറോയിൻ ആ കോൺട്രാക്ടറുടെ വിവരങ്ങൾ അന്വേഷിക്കാൻ പറയും. ഈ ഭാര്യയുടെ വയസ്സ് ചോദിക്കുമ്പോൾ വെറും 26 വയസ്സേ ഉള്ളൂ. ചെറിയ പെണ്ണ. ഇത്ര ചെറുപ്രായത്തിൽ വിഡോ ആയല്ലോ, വളരെ സഹതാപകരമാണെന്ന് ഹീറോയിൻ പറയും. ഇത് പറഞ്ഞ ആ ഇന്റർഗേഷൻ റൂമിനടുത്ത് പോയി പോലീസുകാർ പുറത്ത് നിന്ന് ആ പെണ്ണിനെ നിരീക്ഷിക്കുക. അപ്പൊ ഈ ഭാര്യ ധൃതിപ്പെട്ട് എന്തൊക്കെയോ മൊബൈലിൽ ഡിലീറ്റ് ചെയ്യുന്ന കാണാം. അവളുടെ ഇരിപ്പും മുഖലക്ഷണവും കണ്ടിട്ട് അത്ര പന്തി തോന്നുന്നില്ല പോലീസുകാർക്ക്. എന്തായാലും ഇനി ഞാൻ അവളോട് സംസാരിക്കാമെന്നും പറഞ്ഞ് പോലീസുകാർ നേരിട്ട് ചെന്ന് നിങ്ങൾക്ക് സംശയമുള്ള ആരെങ്കിലൊക്കെ ഉണ്ടോ, ഈ ഇടയായിട്ട് എന്തെങ്കിലും കുഴപ്പങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പൊ ഭാര്യ പറയാണ്, ഇവരുടെ ഭർത്താവ് ആട്രോ ജിമ്മിന് പോകുന്ന സമയത്ത് അവിടുത്തെ ഒരു പെണ്ണിന് ആട്രോനെ ഇഷ്ടമായിരുന്നു അത്രേ. അത് ഇവൾക്കറിയില്ലായിരുന്നു. ഇവളുടെ കൂട്ടുകാരി സോണിയ അത്ര പറഞ്ഞത്. ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചിരുന്നില്ല, എനിക്ക് സമയമില്ലായിരുന്നു, എനിക്ക് പേടിയായിരുന്നു എന്ന് പറഞ്ഞ് ആ പെൺകുട്ടി കരയാണ്. അപ്പോൾ പോലീസുകാർ ചോദിക്കും, ഈ പറഞ്ഞ നിങ്ങളുടെ ഫ്രണ്ട് സോണിയെ കാണാൻ പറ്റുമോന്ന്. ഭാര്യ പറയാണ്, സോണി എൻ്റെ കൂടെ വന്നിട്ടുണ്ട്, ഇവിടുത്തെ വെയിറ്റിംഗ് റൂമിലുണ്ടെന്ന്. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് ആ കോൺട്രാക്ടറെ പറ്റിയും കൂടെ അന്വേഷിക്കണമെന്ന് ഈ പെൺകുട്ടി പറയുന്നുണ്ട്. പോലീസുകാർ പറയും, നിങ്ങൾ വിഷമിക്കണ്ട, ഞങ്ങൾ ആട്രോയുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും ചകഞ്ഞ് പരിശോധിക്കും, ഒരു കുഴപ്പമില്ലാന്നും പറഞ്ഞ് പോലീസുകാർ നേരെ വന്ന് ഈ ഭാര്യയുടെ കൂട്ടുകാരി സോണിയോട് സംസാരിക്കുന്നു. ആട്രോയുടെ സ്വഭാവം എങ്ങനെയൊക്കെയാണെന്ന് ചോദിക്കുന്നു. ആ സോണി പറയും, ആട്രോ ഭയങ്കര കൺട്രോളിംഗ് ആയിരുന്നു. മസേ എന്നാണ് ഭാര്യയുടെ പേര്, ആ വിഡോയുടെ പേര്. മസയെ ഒരുപാട് കൺട്രോൾ ചെയ്തിരുന്നു. അവൾക്ക് എങ്ങോടെങ്കിലും പുറത്തു പോകണമെങ്കിൽ നൈറ്റ് ഷിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടായിരുന്നു അവൾ എൻ്റെ കൂടെ വരിക. ഞങ്ങൾ എവിടെയെങ്കിലും പാർട്ടിക്കൊക്കെ പോകാറുണ്ട്. ഇത് കേട്ട് പോലീസുകാർ പറയും, പിന്നല്ലാതെ പെൺകുട്ടികളാണെങ്കിൽ അടങ്ങിയിരിക്കണോ, നമുക്ക് അവകാശങ്ങളൊക്കെ ഇല്ലേ, നമ്മൾ പാർട്ടിക്ക് പോകണം, എൻജോയ് ചെയ്യണം, അതൊന്നും തടയാൻ പാടില്ല എന്ന്. ഇവരങ്ങനെ ആ സോണിയോട് ഫ്രീ ആയിട്ടും വളരെ സപ്പോർട്ടീവായിട്ട് സംസാരിക്കും. എന്നിട്ട് അവൾക്ക് കാപ്പി എടുത്ത് കൊടുത്ത് അതേ സമയത്ത് ചോദിക്കുകയാണ്, ഈ പാർട്ടിക്കൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് കൂട്ടുകാരെ കിട്ടാറുണ്ടോ, ആരെങ്കിലുമായിട്ട് ഡേറ്റ് ചെയ്യാറുണ്ടോ എന്ന്. സോണിയ പറയും, അത് എനിക്ക് 1-2 പേരെ കിട്ടിയിരുന്നു, പാർട്ടി ആവുമ്പോൾ അങ്ങനെ ഉണ്ടാവണമല്ലോ, എന്നാലല്ലേ രസമുള്ളൂ. അപ്പൊ ഹീറോയിൻ ചോദിക്കും, മസയ്ക്ക് അങ്ങനെ ആരെങ്കിലും കിട്ടിയിരുന്നോ? കൂട്ടുകാരി സോണിയ പറയാ, ഡാനിയൽ എന്ന് പറഞ്ഞ ഏതോ ഒരാളുമായിട്ട് അവൾ 1-2 തവണ കണ്ടുമുട്ടിയിരുന്നു, അതിനെക്കുറിച്ച് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, കൂടുതലൊന്നും അറിയില്ലെന്ന്. പോലീസുകാർ ചിരിച്ചോണ്ട്, പിന്നെന്താ, അങ്ങനെയൊക്കെ ചെറിയ തമാശ ഉണ്ടാവണമല്ലോ, ഇല്ലെങ്കിൽ ലൈഫ് ബോറടിച്ചു പോകില്ലേ. എന്തായാലും സംസാരിച്ചതിൽ സന്തോഷം എന്ന് പറഞ്ഞ് പോലീസുകാർ അവരെ 2 പേരെയും പറഞ്ഞുവിടാം. അത് കഴിഞ്ഞ് കൂടെയുള്ള കൊളീഗ്സിനോട് പറയും, അപ്പൊ മസയ്ക്ക് ഡാനിയൽ എന്ന് പറഞ്ഞൊരു പയ്യനുമായിട്ട് അഫെയർ ഉണ്ട്, ആ ഡാനിയൽ ആരാണെന്ന് കണ്ടുപിടിക്കണം, എനിക്ക് ഈ പെണ്ണുങ്ങൾ അത്ര വിശ്വാസമില്ല എന്നവർ പറയാണ്. ഇത് കഴിഞ്ഞവർ കമ്മീഷണറെ കണ്ട് ഈ മസയ്ക്ക് ഡാനിയൽ എന്ന് പറഞ്ഞ ഒരാൺ സുഹൃത്തുമായിട്ട് ബന്ധമുണ്ട്, അവരെന്തെങ്കിലും തമ്മിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം, എനിക്ക് മസയുടെ ഫോൺ ടാപ്പ് ചെയ്യണമെന്ന് പറയും. അതിന് കമ്മീഷണർ ആണെങ്കിൽ, നിന്റെ കയ്യിൽ സോളിഡ് ആയിട്ടുള്ള എവിഡൻസ് ഒന്നുമില്ല, എവിഡൻസ് ഇല്ലാതെ ടാപ്പ് ചെയ്താൽ ഞാനും പോയി അകത്ത് കിടക്കേണ്ടി വരും, അതൊന്നും പറ്റില്ല എന്ന് പറയും. അപ്പൊ ഹീറോയിൻ, എന്നാൽ ടാപ്പ് ചെയ്യണ്ട, പഴയ കോൾ റെക്കോർഡ്സും ഇവരുടെ ജിയോ ലൊക്കേഷനും കിട്ടിയാൽ മതി, അതെങ്കിലും സെറ്റാക്കി തരാൻ പറയും കമ്മീഷണറോട്. അങ്ങേര് അതിന് സമ്മതം പറയും. അത് കഴിയുമ്പോൾ ഈ കോൺട്രാക്ടറുടെ വിവരം ഇവർക്ക് കിട്ടി. വീട് പുതുക്കി പണിഞ്ഞ കോൺട്രാക്ടർ, അയാൾ ആ സമയത്ത് വെക്കേഷനിലായിരുന്നു, പുള്ളിക്ക് അലിബൈ ഉണ്ട്, അതുകൊണ്ട് പുള്ളിയല്ല കുറ്റക്കാരൻ. ഇപ്പൊ മെയിൻ പോയിന്റ് ആയിട്ട് ഇവർക്ക് കിട്ടിയിരിക്കുന്ന, ആട്രോയ്ക്ക് ഭാര്യയെ സംശയം ഉണ്ടായിരുന്നു, ഭാര്യയ്ക്ക് ഒരു അഫെയറും ഉണ്ട്. മറ്റൊരു പോലീസുകാരൻ പറയും, നമ്മുടെ നാട്ടിലെ വിഡോ പെൻഷൻ ആണെങ്കിൽ 1137 യൂറോസ് ആണ് ഒരു മാസത്തിന്, അതിനു വേണ്ടിയിട്ടും ഈ കൊലപാതകം ചെയ്യാലോ. അവരുടെ നാട്ടിലൊക്കെ കാര്യമായിട്ട് വിഡോ പെൻഷൻ കൊടുക്കുന്നുണ്ട്, നമ്മുടെ നാട്ടിൽ അങ്ങനെയൊക്കെ വന്നാലോ. എനിക്കെന്തോ ഇതൊക്കെ കേൾക്കുമ്പോൾ ഇത്തിരി പേടിയാവുന്നുണ്ട്. എന്നാലും നോക്കാം. ഇപ്പോ ഹീറോയും പോലീസുകാർ പറയും, ഫോറൻസിക്കിൽ പറയുന്നത് ശക്തിയുള്ള ഒരു ആണാണ്
മുറിവിലാണ് പുള്ളിക്കാരനെ കുത്തിയിരിക്കുന്നത്. മുറിവിന്റെ അടയാളം അങ്ങനെയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഭാര്യ ആരെങ്കിലും ഉപയോഗിച്ച് കുത്തിയതാണെങ്കിലോ? നമുക്ക് നോക്കാന്ന് പറയുന്നു. അവിടുന്ന് സീൻ കട്ട് ചെയ്താൽ പള്ളിയിൽ വെച്ച് ആട്രോന്റെ മരണച്ചടങ്ങ്. അവിടെ കരഞ്ഞുകൊണ്ട് ഈ മസെ പ്രസംഗിക്കുന്നു. തന്റെ ഭർത്താവ് അവൾക്ക് എല്ലാമായിരുന്നു, അവനെ പിരിഞ്ഞ് ഇനി ഒരു നിമിഷം ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവർ കരയുന്നുണ്ട്. അത് കഴിഞ്ഞാൽ കോഫിൻ ബോക്സ് കെട്ടിപ്പിടിച്ച് അവിടെയും കരയുന്നു. എന്നാൽ അപ്പോഴാണ് ഹീറോയിൻ പോലീസുകാരിക്ക് ഒരു കോള് വരുന്നത്. അവർ അതേ സ്ഥലത്തുണ്ടാവും. അവരോട് വിളിച്ച പോലീസുകാരൻ പറയാണ്, ഈ ആട്രോ മരിച്ചെന്ന് അന്ന് രാത്രി ഈ പെണ്ണ് ജോലിക്ക് പോയിട്ടില്ലാത്രേ ഭാര്യ. അന്ന് അവൾ മറ്റെവിടെയോ ആയിരുന്നു. സോ ഇവർക്ക് സംശയം കൂടി. അത് കഴിഞ്ഞവര് ഈ ഭാര്യയെ മീറ്റ് ചെയ്യാൻ വേണ്ടി അവരുടെ വീട്ടിലേക്ക് പോവാണ്, ഭാര്യയുടെ അമ്മ വീട്ടിലേക്ക്. ഇപ്പൊ മസെ അവിടെയാണ് താമസം. പോകുന്ന വഴി ഹീറോയിന്റെ കൂട്ടുകാരൻ പോലീസ് അയാൾ ആട്രോയെ പറ്റി അന്വേഷിച്ചിരുന്നു. പുള്ളിക്കാരൻ വളരെ പാവമായിട്ടുള്ള മനുഷ്യനാണ്. ആരെങ്കിലും ദൂരത്ത് അടിയുണ്ടാക്കിയാൽ പോലും ഉള്ള സ്ഥലത്തുനിന്ന് ഓടിക്കളയും. അങ്ങനത്തെ പേടിത്തൊണ്ടനും പാവമായിരുന്നു. അതുകൊണ്ട് തന്നെ ശത്രുക്കൾ ആരും ഉണ്ടായിരുന്നില്ല. ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ആട്രോന്റെ മൊബൈലിലെ കുറച്ച് മെസ്സേജുകൾ ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. അതവർ വായിക്കും. നമ്മൾ ഒരുമിച്ച് കണ്ടുമുട്ടുന്നത് വീക്കെൻഡിൽ മാത്രമാണ്. ഞാൻ കൗച്ചിൽ നിനക്ക് വേണ്ടി ഒരുപാട് സമയം കാത്തിരിക്കുന്നു. നിനക്ക് വരാൻ കഴിയുന്നില്ല. കാലത്തെഴുന്നേറ്റ് നമ്മൾ ഓരോ വഴിയിൽ ജോലിക്ക് പോകുന്നു. പരസ്പര ദാമ്പത്യമില്ലാതെ ഒരു ഭാര്യ ഭർത്താവായിട്ട് നമ്മൾ എങ്ങനെ ജീവിക്കാനാ? എനിക്കതിന് കഴിയുന്നില്ല. ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നു എന്ന് ഈ ആട്രോ ഭാര്യയ്ക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് 2 മാസം മുന്നേ. സോ കുറച്ച് നാളായിട്ട് തന്നെ ഇവരത്ര സുഖത്തിലല്ല എന്നുള്ളത് ഇപ്പൊ പോലീസിന് മനസ്സിലായി. അത് കഴിയുമ്പോൾ ഹീറോയിൻ മസേന്റെ വീട്ടിൽ പോകുന്നു. അവിടെ അച്ഛനും അമ്മയും ഉണ്ട്. അവർ ഭയങ്കര വിശ്വാസികളാണ്. മരുമകൻ മരിച്ചിട്ടേ ഉള്ളൂ, ഈ സമയത്ത് മോളെ ശല്യം ചെയ്യേണ്ടെന്ന് മസയുടെ അച്ഛൻ പറയും. എനിക്ക് 1-2 കാര്യങ്ങൾ മാത്രമേ സംസാരിക്കാനുള്ളൂ. ഇതൊരു കൊലപാതകമല്ലേ, ദയവേത് സഹകരിക്കണമെന്ന് പോലീസുകാർ പറയുന്നു. ശരിയെന്ന് പറഞ്ഞ് അവർ സമ്മതിക്കും. അപ്പോഴാണ് മസേ വരുന്നത്. മസേ പോലീസുകാരിയോട് നമുക്ക് എന്റെ മുറിയിൽ ചെന്ന് സംസാരിക്കാന്ന് പറയും. എന്നിട്ട് അവർ രണ്ടുപേരും കൂടെ മസയുടെ മുറിയിൽ പോകുന്നു. അപ്പൊ മസേ ഹീറോയിനോട് പറയാണ്, സോണി എന്നോട് പറഞ്ഞു അവൾ ഡാനിയലെ പറ്റി നിങ്ങളോട് സംസാരിച്ചെന്ന്. എനിക്കത് പറയാൻ കഴിഞ്ഞില്ല, എന്നോട് ക്ഷമിക്കൂ. ആ സമയത്ത് എനിക്കത് പറയാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ആട്രോ മരിച്ചിട്ടേ ഉള്ളൂ. ആ നേരം നോക്കി എനിക്ക് ഡാനിയലുമായിട്ട് ബന്ധമുണ്ടെന്ന് ആട്രോന്റെ കുടുംബം അറിഞ്ഞാൽ, നാട്ടുകാരറിഞ്ഞാൽ അത് അവന് വിഷമമുള്ള കാര്യമല്ലേ. ഞാൻ ഒരുപാട് ഷെയിമായിട്ട് ഫീൽ ചെയ്യുന്നു. അതുകൊണ്ടാണ് പറയാതിരുന്നത്. ഇത് കേട്ട് പോലീസുകാർ പറയും, അതിന് ഷെയിമായിട്ട് ഫീൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് എല്ലാവരുടെ ജീവിതത്തിലും സംഭവിക്കുന്ന. പുള്ളിക്കാരനുമായിട്ട് നല്ലൊരു ദാമ്പത്യം ഉണ്ടായിട്ടില്ലെങ്കിൽ നിന്റെ ലൈഫ് നിന്റെ പ്രൈവറ്റാ. നിനക്ക് വേറൊരു അഫയർ ആവാം. അതിന് ഞാൻ കുറ്റം പറയുന്നില്ല. ഇത് കേട്ട് മസേ പറയാണ്, അതുകൊണ്ടല്ല, ഡാനിയൽക്ക് മുന്നേ ആന്ത്രേസ് എന്ന് പറയുന്ന ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. അവനെക്കുറിച്ച് ആട്രോയ്ക്ക് അറിയാം. കല്യാണത്തിന് 1 മാസം മുന്നെയാണ് ഈ ആന്ത്രേസിനെ പറ്റി ആട്രോ മനസ്സിലാക്കിയത്. അതുകൊണ്ട് ഓൾമോസ്റ്റ് കല്യാണം നിർത്തലാക്കാൻ വേണ്ടി അവർ പ്ലാൻ ചെയ്തിരുന്നു. ആട്രോയുടെ അനിയനും എന്നോട് വെറുപ്പായിരുന്നു, അവരുടെ കുടുംബത്തിന്. എന്നാൽ ആട്രോ എന്നെ ക്ഷമിച്ച് കല്യാണം കഴിച്ച. എന്നിട്ട് ഇതും കൂടെ അവരറിഞ്ഞാൽ അതെനിക്ക് വലിയ നാണക്കേടാ, അവർക്ക് വിഷമമാവും. എൻ്റെ അച്ഛനും അമ്മയും അവരെന്നെ കൊല്ലേണ്ടതാ. ഇതറിഞ്ഞാൽ അവർ ഉറപ്പായിട്ട് എന്നെ കൊല്ലും. അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നതെന്ന് ഈ മസേ പോലീസുകാരോട് പറയും. അപ്പൊ പോലീസുകാർ ചോദിക്കുകയാണ്, അന്ന് രാത്രി നിങ്ങൾ എവിടെയായിരുന്നു എന്ന്. മസേ പറയും, ഞാൻ അന്ന് രാത്രി ഡാനിയലിന്റെ കൂടെയായിരുന്നെന്ന്. ശരി, അത്ര മാത്രമേ അറിയാനുള്ളൂ, ഇപ്പെല്ലാം വ്യക്തമാണെന്നും പറഞ്ഞ് പോലീസുകാർ അവിടെ നിന്ന് ഇറങ്ങുന്നു. എന്നിട്ട് ഈ കാര്യങ്ങളെല്ലാം കൂട്ടുകാരൻ പോലീസിനോട് ഹീറോയിൻ പറയുന്നുണ്ട്. അപ്പൊ അയാൾ ചോദിക്കും, 1 മാസം മുന്നേ വേറൊരാളുമായിട്ട് ബന്ധോ? എന്നിട്ട് എങ്ങനെയാണ് അവൻ കല്യാണം കഴിച്ച്? അതിന് ഹീറോയിൻ പറയാണ്, തെറ്റ് ചെയ്യാത്തവരായ ആരുണ്ട് കോപമെന്ന്. പക്ഷെ അതുകൊണ്ടും തീർന്നില്ല. ഇത് കേട്ട ആ കൂട്ടുകാരൻ പോലീസ് പറയും, ഡാനിയൽ മാത്രമല്ല, അന്ന് നമ്മൾ ക്രൈം സീനിലുണ്ടായിരുന്ന സമയത്ത് അവളെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിച്ചില്ലേ ഒരു കൂട്ടുകാരൻ, കൂടെ ജോലി ചെയ്യുന്ന കൂട്ടുകാരൻ, അവനുണ്ട് ഇവളുടെ കൂടെ. അവൻ മറ്റൊരു കാമുകനാണെന്ന് പറയും. സോ മെനി പീപ്പിൾ. സോ ഇപ്പൊ നമുക്ക് 3 സസ്പെക്റ്റുകൾ ഉണ്ടെന്ന് കൂട്ടുകാരൻ പോലീസ്. അതിന് ഹീറോയിൻ, അവൾ അന്ന് രാത്രി ഡാനിയലിന്റെ കൂടെയാണെന്ന് പറഞ്ഞത് സത്യമാണെങ്കിൽ നമുക്ക് ഡാനിയലിനെ പുറത്താക്കാൻ പറ്റും. എന്നാൽ ഇതിൽ സങ്കടം അതല്ല, ആട്രോയ്ക്ക് അറിയില്ലായിരുന്നു ഇവൾക്കൊരു കാമുകനുണ്ടായിരുന്ന കാര്യം. അതൊന്നല്ല 3 ആണെന്ന് ഇനി എങ്ങനെ നമ്മൾ അയാളോട് പറയും? അയാൾ മരിച്ചുപോയില്ലേ. എന്തായാലും ഹീറോയിൻ നേരെ ചെന്ന് കമ്മീഷണറെ കണ്ട് അവൾക്ക് 2-3 കാമുകന്മാരുണ്ട്, ഭർത്താവിനെ നേരത്തെ മടുത്തിരിക്കുന്നു, അവൾക്ക് അയാളിൽ നിന്ന് മോചനം വേണം, എന്നാലേ ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റൂ. അതുകൊണ്ടായിരിക്കാം ഈ കൊലപാതകം. സോ ദയവേത് അവളുടെ ഫോൺ ടാപ്പ് ചെയ്യാൻ അനുവദിക്കണം എന്ന് പറയും. അങ്ങനെ അവസാനം കമ്മീഷണർ സമ്മതിക്കുന്നു. അങ്ങനെ പോലീസുകാർ ഈ മസയുടെ ഫോൺ ടാപ്പ് ചെയ്യാണ്. അവൾ സംസാരിക്കുന്ന എല്ലാ വിവരങ്ങളും ഇവർ ചോർത്തുന്നുണ്ട്. അച്ഛനോടും അമ്മയോടും സംസാരിക്കുമ്പോൾ ഇവള് വളരെ പാവത്താനായിട്ട് വിഷമത്തോടെ സംസാരിക്കും. എന്നാൽ കാമുകനുമായിട്ട് സംസാരിക്കുമ്പോൾ വളരെ ഹാപ്പി ആയിട്ട്, കൂട്ടുകാരിയായിട്ട് സംസാരിക്കുമ്പോൾ അതിനെക്കാട്ടിലും ഹാപ്പി ആയിട്ട്. പക്ഷെ ഇതിൽ നിന്നൊന്നും കൊലപാതകത്തിനുള്ള സൂചനകൾ പോലീസിന് ലഭിക്കുന്നില്ല. 10 ദിവസം കഴിഞ്ഞു, 18 ദിവസം കഴിഞ്ഞു, ഇപ്പോൾ 1 മാസം കഴിഞ്ഞു. ഇതിലേതോ ഒരു സമയത്ത് കൂട്ടുകാരിയുടെ കൂടെ ഇവർ ഡാനിയലെ കണ്ടുമുട്ടിയ കാര്യം തമ്മി സംസാരിക്കുന്നുണ്ട്. അവൻ എങ്ങനെ ആൾ അടിപൊളിയാണോ എന്ന് കൂട്ടുകാരി ചോദിക്കും. ഇവള് പറയും, ഞാൻ ആ ഗ്ലാസ് പൊട്ടിച്ച് പുറത്തു വന്നേനെ, അത്രയും രസമായിരുന്നു എന്ന് അവള് പറയും. ഇത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ ആ ഡാനിയൽ എന്ന കാമുകനെ വിളിച്ചിട്ട് ഇവള് പറയാണ്, ഞാൻ നിന്നോടൊരു കാര്യം മറച്ചു വെച്ചിരുന്നു, എനിക്കത് പറയാൻ കഴിഞ്ഞില്ല. ഞാൻ കല്യാണം കഴിഞ്ഞ വ്യക്തിയാണ്, പക്ഷെ എൻ്റെ ഭർത്താവ് മരണപ്പെട്ടു. എനിക്കത് നിന്നോട് പറയണമെന്നുണ്ടായിരുന്നു. എന്നാൽ നീ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയത്താൽ
ഓർത്താലാണ് ഞാൻ പറയാതിരുന്നു. അത് കേട്ടാ ഡാനിയൽ പറയും, ഞാൻ ഒരിക്കലും നിന്നെ വിട്ടുപോകില്ല. നമ്മൾ ഒരുമിച്ചുള്ള അപ്പാർട്ട്മെന്റ് വരെ ഞാൻ വാങ്ങിക്കാൻ ഫിക്സ് ചെയ്താ. പിന്നെ എങ്ങനെ ഞാൻ നിന്നെ വിട്ടുപോകാനാ? ഞാൻ നിന്നെ അത്രമാത്രം സ്നേഹിക്കുന്നു. എന്ത് വന്നാലും ഞാൻ നിന്നെ വിട്ടുപോകില്ല. ഇങ്ങനെ പല സംഭാഷണങ്ങൾ അവൾ പലരോടായിട്ട് പല രീതിയിൽ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. പക്ഷെ അതിൽ നിന്നൊന്നും പോലീസുകാർക്ക് വേണ്ട തെളിവ് കിട്ടുന്നില്ല. അവർ ഈ ടാപ്പിംഗ് ഡ്രോപ്പ് ചെയ്താലോ എന്ന് ഹീറോയിനോട് ചോദിക്കും. എന്നാൽ ഹീറോയിൻ തറപ്പിച്ച് പറയാണ് അവള് ഗിൽറ്റിയാണ്, അവള് തന്നെയാണ് തെറ്റുകാരി. എനിക്കത് മനസ്സിലാവുന്നുണ്ട്, അവളെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. നമുക്കിനി കണ്ടുപിടിക്കേണ്ടത് ആരെ ഉപയോഗിച്ചിട്ടാണ് അവൾ ഈ കൊലപാതകം ചെയ്തതെന്ന്. അവളുടെ ഡ്രാമയെന്ന് അവൾ തന്നെയാണ് ഈ മരണത്തിന്, ഈ കൊലപാതകത്തിന് കാരണമെന്ന് മനസ്സിലാവുന്നുണ്ട് പോലീസുകാർക്ക്. പോലീസുകാർ ഈ വിഡോയ്ക്കൊരു പേര് നൽകി, ബ്ലാക്ക് വിഡോ. ആ പേര് ഇന്നും സ്പെയിനിൽ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഇപ്പൊ നമ്മുടെ ടീം കാത്തിരിക്കുക ഒരു തുമ്പ് കിട്ടാൻ വേണ്ടി. ഈ മസേ ഒരുപക്ഷെ നിംപോമേനിയക് ആണോ എന്ന് ഒരു പോലീസുകാരന് സംശയമുണ്ട്. അത് അയാൾ ഹീറോയിനോട് ചോദിക്കുമ്പോൾ ഹീറോയിൻ പറയും, നിംപോമേനിയക് ഒരു അസുഖമാണ്. അതുള്ളവര് സെക്ഷൽ ബന്ധത്തിന് വേണ്ടി ആൾക്കാരെ സമീപിക്കും, ഒരുപാട് പേരെ. എന്നാൽ അത് കഴിഞ്ഞാൽ അവർക്ക് കുറ്റബോധം ഉണ്ടാവും. പക്ഷെ ഈ പെണ്ണ് അങ്ങനെയല്ല. ഇവളൊരു നിംബോ അല്ല. ഇവൾ കൂടുതൽ കാമുകന്മാരെ കൂട്ടുന്നത് അവൾ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ്. അവരെ ഡിവോഷൻ ഇവൾ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ഇങ്ങനെ ബോയ് ഫ്രണ്ട്സിനെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റിയാണ് അവളുടേത്, ക്രിമിനൽ പേഴ്സണാലിറ്റി. പിന്നെ എന്തുകൊണ്ടായിരിക്കും അവൾ കല്യാണം കഴിച്ചതെന്ന് പോലീസുകാരൻ ചോദിക്കുന്നു. അതിന് ഹീറോയിൻ പറയും, നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി. അവളുടെ കുടുംബത്തെ നമ്മൾ കണ്ടതല്ലേ, ആ കുടുംബത്തെ ബോധിപ്പിക്കാനും ചുറ്റുമുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടുമാണ് അവൾ കല്യാണം കഴിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ ആരും കുറ്റം പറയില്ലല്ലോ. നമുക്ക് എന്തായാലും അവളുടെ ഒരു പിഴവിന് വേണ്ടി കാത്തിരിക്കാമെന്നും പറഞ്ഞ് ഇവർ വീട്ടിൽ പോകാൻ നിൽക്കുക പോലീസുകാർ. അപ്പോഴായിരിക്കും ഏതോ വീട്ടിൽ വെടിവെച്ച ശബ്ദം കേൾക്കുന്നു എന്ന് പറഞ്ഞ് എമർജൻസി കോൾ ഇവർക്ക് വരിക. എന്നാൽ ഹീറോയിന് കുഞ്ഞിനെ പിക്ക് ചെയ്യാൻ വേണ്ടി സ്കൂളിലേക്ക് പോകണം. അതുകൊണ്ട് ഹീറോയിൻ പോവില്ല, ബാക്കി 2 പോലീസുകാരെ പറഞ്ഞു വിടുന്നു. ഇവർ ചെന്ന് പുതിയ സ്കൂളിൽ നിന്ന് മോളെയും പിക്ക് ചെയ്ത് തിരിച്ചു വരിക. ആ സമയത്തായിരിക്കും വയർലെസ്സിൽ കൂടെ കോള് വരുന്ന. ആ വെടിവെച്ച കേട്ട വീട്ടിലേക്ക് 2 കൂട്ടുകാരെ പോലീസ് പോയില്ലേ, അതിൽ ഒരു പോലീസുകാരന് ആ വീടിനകത്തുണ്ടായിരുന്ന ക്രിമിനലിന്റെ വെടിയേറ്റു. അങ്ങേര് തൽക്ഷണം മരണപ്പെട്ടു. ഇത് കേട്ട ഹീറോയിൻ ഒരുപാട് വിഷമാവും. വർഷങ്ങളായി കൂടെ ജോലി ചെയ്ത കൂട്ടുകാരന്. മാത്രമല്ല ആ സീനിലേക്ക് താനും പോകേണ്ടതായിരുന്നു. ഒരുപക്ഷെ താൻ പോയിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവില്ല എന്നുള്ള കുറ്റബോധം ഉണ്ടാവും അവൾക്ക്. എന്തായാലും ഇപ്പൊ പുള്ളിയുടെ മരണച്ചടങ്ങ്. ആ ചടങ്ങ് കഴിഞ്ഞ് ആ കേസും കൂടെ അന്വേഷിക്കണം എന്ന് പറഞ്ഞ് ഹീറോയിൻ ചോദിക്കുമ്പോൾ കമ്മീഷണർ സമ്മതിക്കില്ല. കാരണം കൊലപാതകിയെ ഇവർ വെടിവെച്ച് കൊന്നു. ഇനിയിപ്പോൾ ആ കേസ് അന്വേഷിച്ച് അതിൽ വേറെ എന്തെങ്കിലും കുഴപ്പം വരണ്ടെന്ന് പറഞ്ഞിട്ട് കമ്മീഷണർ ആ കേസ് ക്ലോസ് ചെയ്യാം. സോ ഒന്നും ചെയ്യാൻ പറ്റാതെ ഹീറോയിൻ അവിടെ നിന്ന് ഇറങ്ങി വരുന്നു. ക്യാബിനിൽ നിന്ന് പുറത്തു വരുമ്പോഴാണ് തൻ്റെ കൂട്ടുകാരനിരുന്ന സീറ്റിൽ ഇപ്പോൾ പുതിയൊരു എംപ്ലോയി വന്നിരിക്കുന്നത് കാണുക. പുള്ളിക്കാരനോട് ദേഷ്യപ്പെടുന്നില്ല. ഈ ഡെസ്ക് ഒരു പ്രധാനപ്പെട്ട ആൾ ഉപയോഗിച്ചതാ, അത് ടേക്ക് കെയർ ചെയ്തോളൂ, നശിപ്പിക്കല്ലേ എന്നും പറഞ്ഞ് ഹീറോയിൻ വീട്ടിലേക്ക് വരും. വീട്ടിൽ വന്ന് കിടന്ന് പൊട്ടിക്കരയുന്നുണ്ട്. അവിടുന്ന് സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്താൽ ഇപ്പം 2 മാസം കഴിഞ്ഞാണ് കാണിക്കുന്നത്. അതായത് കൊലപാതകം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ്. അപ്പോഴായിരിക്കും ആ വിഡോയുടെ ഫോൺ കോളിൽ പുതുതായി ആരോ വിളിച്ചിട്ടുണ്ടാവുക. ഇവരതും ടാപ്പ് ചെയ്യുന്നുണ്ടാവും. ആരോ വിളിച്ച്, ഞാൻ ഒരുപാട് നാളായി നിന്നോട് സംസാരിച്ചിട്ട് എനിക്ക് സംസാരിക്കാതിരിക്കാൻ കഴിയുന്നില്ല. എനിക്കറിയാം നിനക്ക് എന്നിൽ നിന്ന് ഒരു ബ്രേക്ക് വേണമെന്ന്. അതുകൊണ്ടായിരിക്കും നീ പോകുന്നത്. ഞാൻ നിന്നോട് സത്യം ചെയ്ത നീയുമായിട്ട് കുറച്ച് നാളത്തേക്ക് കണക്ഷൻ വെക്കില്ലെന്ന്. പക്ഷെ എനിക്ക് കഴിയുന്നില്ല. നമുക്കൊന്ന് കാണണം. നിനക്ക് എന്നെ കാണുമ്പോൾ പഴയ കാര്യങ്ങൾ ഓർമ്മ വരുന്നുണ്ടോ? നിനക്ക് പേടിയാണോ? അതുകൊണ്ടാണോ നീ മാറിപ്പോകുന്നത്? ഇത് കേട്ടിട്ട് മസേ പറയും, ഇല്ല, ഞാൻ ആ കാര്യങ്ങളെല്ലാം മറന്നു. നിങ്ങൾ ദയവ് ചെയ്ത് എന്നെ ഓർമ്മിപ്പിക്കരുത്. നമുക്കതിനെക്കുറിച്ച് സംസാരിക്കണ്ട. അപ്പോൾ ആ വിളിച്ച ആൾ പറയും, ഞാൻ ഇന്നലെ എൻ്റെ ഒരു കൂട്ടുകാരൻ പോലീസിനെ വിളിച്ചിരുന്നു. അവൻ ചില കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. ഇത് കേട്ട ഉടനെ മസേ പറയാണ്, ജീസസ് സൽവ, നീ എന്തിനാ അങ്ങനെ ചെയ്ത്? പോലീസുകാരെ ഒന്നും വിളിക്കരുത്. നമ്മൾ കാഷ്വലായിട്ട് വിളിച്ചാൽ പോലും അവർക്ക് സംശയമാണ്. അത് കേട്ട ആ സൽവ എന്ന് പറയുന്ന ആള്, ആ വിളിച്ച ആളുടെ പേര് സൽവ എന്നാ, അയാൾ പറയാണ്, ആർക്കും സംശയം തോന്നില്ല, അതെൻ്റെ കൂട്ടുകാരനാ. ഞാൻ ചില കാര്യങ്ങൾ അവനോട് ചോദിച്ചു എന്നേ ഉള്ളൂ. ഇങ്ങനെ അവിടെയും ഇവിടെയും തൊടാതെ ചില കാര്യങ്ങൾ ഇവർ സംസാരിക്കുന്നുണ്ട്. അതിൽ നിന്ന് തന്നെ പോലീസുകാർക്ക് പിടികിട്ടി എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക. ഇപ്പോൾ 1 വർഷം മുന്നത്തെ കാര്യം കാണിക്കുക. ഫ്ലാഷ് ബാക്ക്. നമ്മുടെ മസേക്കും ആട്രോയ്ക്കും കല്യാണം കഴിയുന്നു. വളരെ സന്തോഷമായ ദമ്പതികൾ. കല്യാണം കഴിഞ്ഞ സമയത്ത് ആട്രോയുടെ കുടുംബത്തിന് ചില എതിർപ്പൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും അവരത് കാര്യമായിട്ട് എടുക്കുന്നില്ല. ഈ പെണ്ണ് ചീറ്റ് ചെയ്തതല്ലേ, അതിന് കുറച്ച് ദേഷ്യമൊക്കെ ഉണ്ട്. പക്ഷെ ആട്രോ നിർബന്ധിക്കുന്നതുകൊണ്ട് അവരെതിർക്കില്ല. ഇപ്പോൾ ആ നാട്ടിൽ ജീവിച്ചാൽ ആട്രോന്റെ കുടുംബത്തിന് ഇവരോട് എതിർപ്പുണ്ടാവുമെന്ന് മനസ്സിലാക്കിയിട്ട് മസേ ആട്രോയും വിളിച്ച് അടുത്തുള്ള ടൗണിലേക്ക് വരുന്നു. അതാണ് ഈ ടൗൺ. ഈ ടൗണിൽ അവർ സന്തോഷമായിട്ടാണ് ജീവിച്ചു പോകുന്നത്. ഭാര്യ ഒരു നഴ്സാണ്, ഭർത്താവ് ഹൈവേ മെയിൻ്റനൻസും. ഒരു മിഡിൽ ക്ലാസ് ഫാമിലി. ഏതോ ഒരു കൂട്ടുകാരന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് ഇവർ പോയിട്ട് വരിക. വരുന്ന വഴി ഇവൾക്കൊരു ഡ്രിങ്ക് കഴിക്കാൻ ആഗ്രഹം തോന്നും. നമുക്ക് ഇവിടുത്തെ ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ട് പോവാം, ഇനിയും സമയമുണ്ടല്ലോ എന്നവൾ ചോദിക്കുക ഭർത്താവിനോട്. അതിനവൻ പറയും, ആ ഹോട്ടലിലൊക്കെ ഒരുപാട് റേറ്റാ. നാട്ടിൽ ചെന്നാൽ 60 രൂപയ്ക്ക് ഒരു പെഗ് കിട്ടും, 150 രൂപയ്ക്ക് ഒരു ക്വാർട്ടറും കിട്ടും. ഇവിടെയാണെങ്കിൽ പെഗിന് 600 രൂപ കൊടുക്കേണ്ടി വരും. നമുക്ക് വേണ്ടാന്ന് പറയും. പക്ഷെ അത് അവൾക്ക് ഇഷ്ടമായില്ല. താൻ ആഗ്രഹിക്കുന്നത് നൽകാൻ കഴിയാത്ത ഒരു ഷണ്ടനായിട്ടാണ് അവൾക്ക് ഭർത്താവിന് തോന്നുക. ചില നൈറ്റ് ഷിഫ്റ്റ് ഒന്നും എടുക്കണ്ട, നമുക്ക് ഒരുമിച്ച് കഴിഞ്ഞൂടെ എന്ന് ആട്രോ ചോദിക്കുന്നുണ്ട്. എന്നാൽ അതിന് മസേ പറയും, അവിടെ വർക്കിന് ആളില്ല, എനിക്ക് ലീവ്
ലീവ് എടുക്കാൻ പറ്റില്ല, ഷിഫ്റ്റ് മാറ്റാൻ പറ്റില്ല. ഇതും പറഞ്ഞ് ഒരുപാട് ദിവസം ഇവർ തമ്മിൽ ഒന്നിക്കുന്നില്ല. മസേ 2 സ്ഥലത്ത് ജോലി ചെയ്യുന്നുണ്ട്. ഒരു വയസ്സായവരെ നോക്കുന്ന സ്ഥലത്തും പിന്നെ ആശുപത്രിയിലും. ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തേക്ക് ഓടിപ്പോയിട്ടാണ് ജോലി ചെയ്യുക. സാധാരണ കുടുംബമായതുകൊണ്ട് അത്യാവശ്യം പണം വേണം, എന്നാലേ ഇവർക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇവൾ ഡബിൾ ഷിഫ്റ്റ് എടുക്കുന്നത്. ഇപ്പം ആശുപത്രിയിലുള്ള കൂട്ടുകാരൻ, മറ്റൊരു നഴ്സ് കൂട്ടുകാരൻ, നിന്റെ ഭർത്താവ് ഇപ്പോഴും നിന്നെ 2 ജോലി ചെയ്യിപ്പിക്കുന്നുണ്ടല്ലോ, ഇങ്ങനെയൊന്നുമല്ല വേണ്ടത്, നിന്നെ ഒന്നുകൂടെ ടേക്ക് കെയർ ചെയ്യണമെന്ന് അവൻ പറയാണ്. ഇത് കേട്ട് മസേ പറയും, അവനെ എന്നെ ടേക്ക് കെയർ ചെയ്യാൻ അറിയില്ല, പക്ഷെ നിനക്കറിയാലോ, ഇന്ന് രാത്രി ഞാൻ നിന്റെ സ്ഥലത്തേക്ക് വന്നോട്ടെ, എന്നെ കൊണ്ടുപോകുമോ എന്നവൾ ചോദിക്കുക. സോ ഇവരിടയ്ക്കിടെ അവൻ്റെ സ്ഥലത്ത് വെച്ച് മീറ്റ് ചെയ്യാറുണ്ട്, ഈ കൂട്ടുകാരൻ്റെ സ്ഥലത്ത് വെച്ച്. പക്ഷെ ഇന്ന് രാത്രി അവന് മറ്റെന്തോ പ്ലാൻ ഉണ്ടെന്ന് പറയും. നിന്നെ വിശ്വസിച്ചിട്ട് കാര്യമില്ല എന്നും പറഞ്ഞ് അവൾ ഇറങ്ങിപ്പോകുന്നു. കൂട്ടുകാരെ കോൾ ചെയ്ത് അവളെയും വിളിച്ചുകൊണ്ട് ഒരു പാർട്ടിക്ക് പോവാണ് ഇവർ. ഈ പാർട്ടിയിലിരിക്കുന്ന സമയത്ത് ആന്ത്രേസ്, അതായത് ഇവളുടെ നേരത്തെ ഉണ്ടായിരുന്ന കാമുകൻ, അവൻ മെസ്സേജ് ചെയ്യുന്നു, ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നു എന്നും പറഞ്ഞു. ഈ മെസ്സേജ് കിട്ടിക്കഴിയുമ്പോൾ മസേ അവളുടെ കൂട്ടുകാരിയോട് പറയും, എൻ്റെ ഭർത്താവിന് സംശയമായിട്ടുണ്ട്, അവൻ മെസ്സേജ് ചെയ്ത് ശല്യപ്പെടുത്തുന്നു, ഞാൻ വീട്ടിലേക്ക് പോകട്ടെ, കള്ളം പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഇവളുടെ അടുത്ത് കള്ളം പറഞ്ഞിട്ട് മസേ നേരെ ആന്ത്രേസിനെയാണ് കാണാൻ പോകുന്നത്, പഴയ കാമുകനെ. അങ്ങനെ ആന്ത്രേസുമായി കഠിന പ്രയത്ന സ്നേഹമൊക്കെ കഴിഞ്ഞിട്ട് ഇവള് ഭർത്താവിനെ കുറ്റം പറയും. പുള്ളിക്കാരൻ ശല്യം ചെയ്യുന്നുണ്ട്, കുറ്റപ്പെടുത്തുന്നുണ്ട്, വലിയ ഉപദ്രവമാണെന്നൊക്കെ പറയുകയാണ്. അങ്ങനെയൊന്നുമില്ല എന്നാൽ പോലും പറയുക. അതുകൊണ്ട് സമാധാനത്തിന് വേണ്ടിയാണ് നിന്നെ കാണാൻ വന്നതെന്ന് അവൾ പറയും. അത് കഴിഞ്ഞൊരു ഫാമിലി മീറ്റിങ്ങിന് ആട്രോയും മസയും കൂടെ പോകുന്നുണ്ട്. എന്തുകൊണ്ടോ ആട്രോന്റെ കൂടെ കഴിയുന്നത് ഇവൾക്ക് ഇഷ്ടപ്പെടുന്നില്ല, ഒരു ത്രില്ലില്ലാത്ത പോലെ. അതുകൊണ്ട് ആ സമയത്തും ഇവൾ ആന്ത്രയ്ക്കാണ് മെസ്സേജ് അയക്കുന്നത്, ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ രസമായനെ, ഇവിടെ ഭയങ്കര ബോറടിയാന്ന് പറഞ്ഞിട്ട്. എന്നാലും ആ വിഷമമൊന്നും ഇവള് മുഖത്ത് കാണിക്കുന്നില്ല. ഒരു കൂട്ടിലടച്ച കിളിയെ കണ്ടിട്ട് അതുപോലെ അവൾ ഫീൽ ചെയ്യുന്നു, പാവം. ഈ പരിപാടി കഴിഞ്ഞ് ഇവർ തിരിച്ചു പോകുന്ന വഴി ആട്രോ അവൻ്റെ 2 കൂട്ടുകാരും മരിച്ച കാര്യം പറയും. ആക്സിഡന്റിൽപ്പെട്ട് കൂടെ ജോലി ചെയ്യുന്ന 2 പേരും മരിച്ചുത്രേ. അവരെ കൂടെയാണ് കഴിഞ്ഞ തവണ ഇവർ ഡിന്നർ കഴിച്ച്. പാവ അവരുടെ കുടുംബം. ഭാര്യമാർക്ക് പെൻഷൻ കിട്ടും, കമ്പനി വക ഇൻഷുറൻസും കിട്ടും, അതുകൊണ്ട് ഒരു ചെറിയ സമാധാനമുണ്ട്. പക്ഷെ എന്നാലും പോയാൾ തിരിച്ചു വരില്ലല്ലോ, അതൊരു വിഷമാണെന്ന് ആട്രോ പറയുക. പക്ഷെ ഇത് നമ്മുടെ പെണ്ണ് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നീട് ഒരു ദിവസം ഇവളും കൂട്ടുകാരിയും ഡാൻസ് പാർട്ടിക്ക് പോയിരിക്കുന്ന സമയം അപ്പോൾ ഒരു സുന്ദരനായ ചെറുപ്പക്കാരനെ ഇവള് കണ്ടുമുട്ടുന്നുണ്ട്. അവനാണ് ശരിക്കും ഡാനിയൽ.